ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം: നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റേതല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചതിനാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ല, അതിനാൽ ലോകം നിങ്ങളെ ദ്വേഷിക്കും. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമെന്ന് പറയുക ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ. പക്ഷേ ഒന്നിനും നിന്നെ തകർക്കാൻ പറ്റില്ല. കാരണം നീ ചേർന്ന് നിൽക്കുന്നത് നിൻ്റെ ക്രിസ്തുവിനോടാണ്. നീ ജീവിതത്തിൽ ഉറപ്പാക്കണം, കാറ്റും കോളുമെല്ലാം ഉണ്ടാകുമ്പോൾ അതൊന്നും നിൻ്റെ ജീവിതത്തെ തകർത്ത് കളയില്ല എന്നുള്ളത്. നിൻ്റെ ജീവിതത്തിൽ കാറ്റും കോളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ ഒന്നുകൂടി ഉറപ്പിക്കണം, നീ ക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന്. നീ ക്രിസ്തുവിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നിനക്കെതിരെ തീരുക. എന്നാൽ ശക്തനായവൻ നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ ചേർത്ത് പിടിക്കും. അവൻ്റെ കരവലയത്തിലിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം സുരക്ഷിതമാണ്. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യകാലം നിൻ്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോ നിൻ്റെ കൃപാഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ജീവിതത്തെ കാറ്റും കോളും എല്ലാം ഉണ്ടാകുമ്പോൾ നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈ വ്യക്തിയെ നീ നയിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.